എല്ലാരും ജീവിതത്തില് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ലോണ് എന്തായാലും എടുത്തിരിക്കും, ശരിയല്ലേ? എടുക്കുന്നത് ഗുഡ് ലോൺ ആണ് എങ്കിൽ ജീവിതം നന്നാകും. എന്നാൽ ബാഡ് ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ എന്നേക്കുമായി ജീവിതം ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പൊ ലോണുകൾ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായും എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണ് ഇത്. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക് എങ്ങനെ ഒരു നല്ല ലോൺ എടുക്കാം എന്നുള്ളതിനെ പറ്റി തന്നെ എല്ലാം പഠിക്കുന്ന ഈ സീരീസിലെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുഴുവനായും കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ലോൺസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമായതുകൊണ്ട് 2 ക്ലാസ്സുകളായി സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അതിലെ 2ാമത്തെ ക്ലാസ് ആണിത്. പ്രാക്ടിക്കലി ലോൺ എങ്ങനെ എടുക്കാമെന്നും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോണിന്റെ ബേസിക്സിനെ പറ്റി പഠിക്കുന്ന ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ ക്ലാസ് നമ്മുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും ലോൺ എടുക്കാൻ പോകുന്ന ഓരോ ആൾക്കും അതിനെപ്പറ്റി എല്ലാ ഐഡിയയും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും എത്തിയിരിക്കും. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് പ്രസന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ കാണിക്കുന്ന പ്രസന്റേഷനും ഇതിൽ കാണിക്കുന്ന ടൂൾസിലേക്കുള്ള ആക്സസും കിട്ടണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ എല്ലാ ഫോമും ഫില്ല് ചെയ്ത് എല്ലാം ഡൗൺലോഡ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായി പഠിക്കുന്നവരാണ് ശരിക്കും ഗിവ് അവേക്ക് എലിജിബിൾ ആവുക. ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു പേഴ്സണൽ ഫൈനാൻസ് A to Z by Market Feed. എല്ലാവരെയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ മറ്റു മിക്ക വീഡിയോകൾ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര അത് പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനുമായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ലോൺസിനെ പറ്റി പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോകുവാണല്ലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോൺ എടുക്കുന്നതിലും അത് മാനേജ് ചെയ്യുന്നതിലും വരുന്ന എല്ലാ സ്റ്റെപ്സുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ടേക്കിംഗ് ആൻഡ് മാനേജിംഗ് ലോൺസ്. അപ്പൊ ലോൺ എടുക്കുന്നതിലും മാനേജ് ചെയ്യുന്നതിലുമുള്ള എല്ലാ സ്റ്റെപ്സും ഞാൻ ഇപ്പോൾ പെട്ടെന്നൊന്ന് പറയാം. മോസ്റ്റ്ലി പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 1. ഷുഡ് യു ടേക്ക് എ ലോൺ. 2. വിൽ യു ഗെറ്റ് എ ലോൺ. 3. how to take a loan. 4. how to track and manage loans. 5. how to repay loan faster. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം തന്നെ ഈ ഓരോ സ്റ്റെപ്പും എടുത്ത് വിശദമായി അതിൽ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി ലോൺ എടുക്കുന്നതിന് അറൗണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കാം. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ആ ലോണ് അത് നിങ്ങൾ ശരിക്കും എടുക്കാൻ പാടുണ്ടോ എന്ന് നമുക്ക് പഠിക്കാം. ഷുഡ് യു ടേക്ക് എ ലോൺ. അപ്പോൾ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് ലോൺ ആണെന്നോ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കണമെന്നോ ഒന്നുമല്ല. എന്നാൽ ആദ്യം നോക്കേണ്ടത് ആ ലോൺ ശരിക്കും എടുക്കേണ്ടതുണ്ടോ എന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ പലപ്പോഴും അനാവശ്യമായ ലോണുകൾ ഒഴിവാക്കാനും ഡെറ്റ് ട്രാപ്പിൽ പെടാതിരിക്കാനും ഒക്കെ പലർക്കുമാകും. അപ്പൊ ഇതിന് ഉത്തരം കണ്ടെത്താൻ ഒരു ഫ്രെയിംവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ ഫ്രെയിംവർക്ക് പ്രകാരം 2 വിഷയങ്ങളിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അതിന്റെ ഉത്തരം നോക്കിയാൽ ആ ലോൺ നമ്മൾ എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലെ ആദ്യത്തെ വിഷയം അഫോർഡബിലിറ്റി ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോൺ ശരിക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫ്രെയിംവർക്ക് പ്രകാരം ഇവിടെ നമ്മൾ 3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. 1. സ്ഥിരതയുള്ള പ്രെഡിക്റ്റബിൾ ആയ ഒരു വരുമാനം എനിക്കുണ്ടോ. 2. വരുമാനം നിന്നു പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ കുറച്ച് മാസത്തേക്ക് ഈ ലോണിന്റെ EMI അടച്ചുകൊണ്ട് പോകാനുള്ള ഒരു ബാക്കപ്പ് എനിക്കുണ്ടോ. 3. ഈ ലോൺ ജീവിതത്തിലേക്ക് വരുമ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും മറ്റ് ചിലവുകളും ഒന്നും നിന്നു പോകാതെ തന്നെ ഓരോ മാസവും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയി ഈ EMIകൾ അടക്കാൻ പറ്റുമോ.
ഈ 3 ചോദ്യത്തിന്റെ സൈഡിലും ഒരു ടിക്ക് വീണെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ആ ലോൺ ശരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ അഫോർഡബിലിറ്റി എന്നുള്ള പോയിന്റില് കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മെട്രിക് കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. EMI ടു ഇൻകം റേഷ്യോ. അതായത് നിങ്ങളുടെ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് EMIയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ റേഷ്യോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ റേഷ്യോ അത്ര കൂടുന്നത് നല്ലതല്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഈ റേഷ്യോ 50% ആണെങ്കിൽ അതിനർത്ഥം ഒരാളുടെ വരുമാനത്തിന്റെ 50% EMI അടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും നല്ലതല്ലല്ലോ. അപ്പോൾ ഈ റേഷ്യോ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് പറ്റുന്നത്ര കുറച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇന്നൊരു ലോൺ എടുക്കണോ എന്ന ചോദ്യത്തിലെ അഫോർഡബിലിറ്റി എന്നുള്ള വിഷയം വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിംവർക്ക് പ്രകാരം നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ വിഷയം പർപ്പസ് ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോൺ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഈ ഫ്രെയിംവർക്ക് പ്രകാരം ഇവിടെയും നമ്മൾ 3 ചോദ്യങ്ങൾ തന്നെ നമ്മളോട് തന്നെ ചോദിക്കണം. ഒന്ന്, എടുക്കാൻ പോകുന്ന ഈ ലോൺ ശരിക്കും എന്റെ ആവശ്യങ്ങൾ, അതായത് എന്റെ ട്രൂ നീഡ്സ് നിറവേറ്റാനുള്ള ലോൺ ആണോ, അതോ ആഗ്രഹങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും, അതായത് വോൺസിനുള്ള ലോൺ ആണോ? 2, എനിക്ക് ജീവിതത്തിൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ മുന്നിലേക്ക് വളരാനോ ഉള്ള അവസരങ്ങൾ ഈ ലോൺ തരുന്നുണ്ടോ? 3, ഈ ലോണിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന ട്രൂ വാല്യൂ ഞാൻ അടക്കാൻ പോകുന്ന എമൗണ്ടിനേക്കാൾ വലുതാണോ? ഇവിടെ ഉത്തരങ്ങൾ നോക്കുമ്പോൾ വോൺസിന് വേണ്ടി ജീവിതത്തിലേക്ക് പ്രൊഡക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഒരു പോയിന്റ് വലിയ ഇമ്പാക്ട് ജീവിതത്തിൽ ഉണ്ടാക്കാത്ത ലോൺ ആണെങ്കിൽ അത് എടുക്കാത്തത് തന്നെയാണ് നല്ലത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഗുഡ് ലോൺ ആണ് എന്ന് ഈ ഉത്തരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലോൺസ് ആണ് എപ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പോൾ പർപ്പസും യൂസ് ചെയ്ത് എങ്ങനെ ഒരു ലോണിനെ വിലയിരുത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവസാനമായി ഇവിടെ പറയാനുള്ളത് അഫോർഡബിലിറ്റിയെയും പർപ്പസിനെയും ശരിക്കും ഒരുമിച്ച് വെച്ചാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അഫോർഡബിലിറ്റി നോക്കുമ്പോൾ ആകെ 5000 രൂപയെ മാക്സിമം EMI അടക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവ് പർപ്പസ് ഉള്ള ലോൺസിനെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തെടുക്കുക. അല്ലാത്ത എല്ലാ ലോൺസിനും ശക്തമായി നോ പറയുക. ഇനി അതല്ല, നിങ്ങളുടെ EMI ടു ഇൻകം റേഷ്യോ ആകെ 10% ഉള്ളൂ, അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ലോൺ എടുത്താലും അത് 15% ഒക്കെ ആകുള്ളൂ എന്നുണ്ടെങ്കിൽ, അഫോർഡബിലിറ്റിയിൽ വേറെ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ അപ്പോ അങ്ങനത്തെ ലോണുകളും എടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. ജീവിതത്തിലെ മാറ്റിവെക്കാനാകാത്ത, നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന ചിലവുകൾക്ക് മാത്രം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോൾ ലോണുകളെ ആശ്രയിക്കുക. അല്ലാതെ എടുക്കുന്ന ഏറെക്കുറെ എല്ലാ ലോണുകളും നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും മോശം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ലോൺ എടുക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുഴുവനായി മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. വിൽ യു ഗെറ്റ് എ ലോൺ? അതായത് നമ്മൾ ലോൺ എടുക്കണമെന്ന് നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ, ലോൺ തരുന്ന ബാങ്ക് കൂടി തീരുമാനിക്കണമല്ലോ നമുക്ക് ലോൺ തരണമെന്ന്. അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. 5 കാര്യങ്ങൾ നോക്കിയാണ് നമുക്ക് ലോൺ തരണോ വേണ്ടിയോ എന്ന് ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിസൈഡ് ചെയ്യുന്നത്. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. 1, ക്രെഡിറ്റ് സ്കോർ. ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സും ഡിസിപ്ലിനും കാണിച്ചു തരുന്ന ഒരു സിമ്പിൾ നമ്പർ ആണിത്. സിമ്പിൾ ആയി പറഞ്ഞാൽ നമ്മൾ കടം കൊടുക്കാൻ പറ്റിയ ആളാണോ എന്ന് ഒറ്റയടിക്ക് ബാങ്കുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു നമ്പർ ആണിത്. അപ്പോൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്കുകൾ നമ്മളെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ ഈ നമ്പർ ഉപയോഗിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി വിശദമായി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്രെഡിറ്റ് സ്കോർ കൂടുതലാണെങ്കിൽ ലോണുകൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, പലിശ നിരക്ക് കുറവുമായിരിക്കും. 750-നോ 800-നോ മുകളിലാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ എങ്കിൽ എളുപ്പത്തിൽ പല ബാങ്കുകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ലോൺ കിട്ടും. 700-നും 750-നും ഇടയിലാണ് ക്രെഡിറ്റ് സ്കോർ എങ്കിൽ മേജർ ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം, അല്ലെങ്കിൽ അവർ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അത് കൂടുതലായേക്കാം. ഇനി 700-ന് അടിയിലാണ് ക്രെഡിറ്റ് സ്കോർ എങ്കിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാൻ സാധ്യത വളരെയധികം കുറവാണ്. മറ്റ് ഫൈനാൻസ് കമ്പനികളിൽ അപേക്ഷിക്കേണ്ടി വരും, അവിടെ പലിശ കാര്യമായി കൂടുതലുമായിരിക്കും. അപ്പൊ നമുക്ക് ലോൺ തരണോ എന്ന് തീരുമാനിക്കാൻ ബാങ്കുകൾ നോക്കുന്ന രണ്ടാമത്തെ സംഭവം EMI ടു ഇൻകം റേഷ്യോ ആണ്. ഇവിടെ നമ്മളുടെ EMIയും വരുമാനവും വിലയിരുത്തി ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഓവർ ലെവറേജ് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ് ബാങ്ക് ശരിക്കും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, വരുമാനം 50,000 രൂപയാണ്, അപ്ലൈ ചെയ്യുന്ന ലോണിന്റെ EMI വരുന്നത് 35,000 രൂപയാണ് എങ്കിൽ എത്ര ക്രെഡിറ്റ് സ്കോർ ഉണ്ടെന്ന് പറഞ്ഞാലും ലോണ് റിജക്ട് ആവാൻ തന്നെയാണ് സാധ്യത.
അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി മൂന്നാമത് ബാങ്കുകൾ നോക്കുന്നത് ഇൻകവും, അതായത് നമ്മുടെ ഇൻകവും ഇൻകത്തിന്റെ സോഴ്സസുമാണ്. നമ്മളുടെ വരുമാനം എത്രയുണ്ട്, വരുമാന മാർഗം എന്താണ്, അത് നല്ലതാണോ, സ്റ്റേബിൾ ആണോ, ഇതൊക്കെയാണ് ബാങ്ക് തീർച്ചയായിട്ടും ഇവിടെ ചെക്ക് ചെയ്യുക. നല്ല സ്റ്റേബിൾ സ്ട്രോങ് വരുമാനമുള്ള ഒരാൾക്കല്ലേ കുറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ലോൺ പോലെ ഒരു കമ്മിറ്റ്മെന്റ് സ്ട്രോങ് ആയി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനായി ബാങ്ക് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ്, ജോലി, അതിന്റെ ഫീൽഡ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, ഇനി ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഫൈനാൻഷ്യൽസ്, ഇതെല്ലാം തന്നെ വളരെ വിശദമായി അനലൈസ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ നാലാമത് അവർ നോക്കുന്നത് കൊളാറ്ററൽ ഉണ്ടോ എന്നും അതിന്റെ ക്വാളിറ്റിയും വാല്യൂവുമാണ്. അതായത് ഒരു സെക്യൂർ ലോൺ ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ആ കൊളാറ്ററൽ, അതായത് ഈട് വെക്കുന്ന സാധനം തീർച്ചയായിട്ടും ബാങ്ക് ചെക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ സ്ഥലം ബാങ്ക് വ്യക്തമായി അനലൈസ് ചെയ്യും. ഗോൾഡ് ലോൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗോൾഡിന്റെ വെയിറ്റും അത് ഒറിജിനൽ ആണോ എന്നും ബാങ്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. അപ്പൊ സെക്യൂർഡ് ലോൺ ആണ് എങ്കിൽ നമ്മൾ കൊളാറ്ററൽ കൊടുക്കുകയും വേണം, അതിന്റെ ക്വാളിറ്റി ബാങ്ക് ചെക്ക് ചെയ്ത് അതിന്റെ വാല്യൂക്ക് അനുസരിച്ചിട്ടുള്ള ലോണേ നമുക്ക് തരികയുമുള്ളൂ. അപ്പൊ അവസാനമായി ബാങ്കുകൾ യൂസ് ചെയ്യുന്നത് അവരുടെ തന്നെ ഇന്റേണൽ ആൽഗോരിതംസ് ആണ്. അതായത് ശരിക്കും ബാങ്കുകൾ ഇന്ന് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയ ആൽഗോരിതമുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന പിൻകോഡ്, നമ്മുടെ ഏജ്, അതായത് നമ്മുടെ വയസ്സ്, നമ്മൾ പണ്ട് ലോൺ തിരിച്ചടച്ച രീതികൾ, അങ്ങനെ പലതും എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായി ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എപ്പോഴും നല്ലൊരു ഓവറോൾ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബാങ്കുകള് നമുക്ക് ലോൺ തരണോ അതോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. തരുന്നെങ്കിൽ അതിന് എത്ര ഇൻട്രസ്റ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഇങ്ങനെ പലവിധ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പൊ ലോൺ എടുക്കണോ വേണ്ടയോ, കിട്ടുമോ ഇല്ലയോ, ഇതൊക്കെ തന്നെ വിശദമായി പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പായ ലോൺ എങ്ങനെ എടുക്കാം എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകാം. ഹൗ ടു ടേക്ക് എ ലോൺ. ഒരു ലോൺ എടുക്കാനായി നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ കയറി എല്ലായിടത്തും അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു ലോൺ പെട്ടെന്ന് അങ്ങ് എടുക്കുകയോ അല്ല വേണ്ടത്. നല്ല രീതിയിൽ ലോൺ എടുക്കാനും ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയ ലോൺ എടുക്കാൻ 6 സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1, ചൂസ് ദ റൈറ്റ് ലോൺ ടൈപ്പ്. ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതായത് ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ പല തരത്തിലുള്ള പല സ്വഭാവങ്ങളുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ ലോൺ നമ്മൾ എന്തായാലും തിരഞ്ഞെടുക്കണം. ഈ പണി ശരിക്കും നമുക്ക് ഇന്ന് ചുറ്റുമുള്ള ബാങ്കുകൾ ഈസി ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന് ബാങ്കുകൾ തന്നെ ഓൾറെഡി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറെക്കുറെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞിട്ട് ലോണുകളെ പല പല കാറ്റഗറികളാക്കിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വീട് പണിയാൻ അല്ലെങ്കിൽ വീട് വാങ്ങാനായിട്ട് ഹോം ലോൺ, പഠനത്തിനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ, വണ്ടി വാങ്ങുന്നതിന് ഓട്ടോമൊബൈൽ ലോൺ, ബിസിനസ്സുകൾക്കായിട്ട് ബിസിനസ് ലോൺ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ലോൺ, അതുപോലെ തന്നെ എന്തെങ്കിലും ഈട് പണയം വെച്ച് കിട്ടുന്ന ഗോൾഡ് ലോൺ, FD ലോൺ, മ്യൂച്വൽ ഫണ്ട്സ് ലോൺ, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, അങ്ങനെ പല പല ലോണുകൾ. ഇതിനുമൊക്കെ പുറമെ പേഴ്സണൽ ലോണുകൾ എന്ന് പറഞ്ഞ് നമ്മളുടെ എന്ത് ആവശ്യത്തിനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ലോണും അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ലോൺ കാറ്റഗറി നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെ ലോൺ കാറ്റഗറി ചൂസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് അറിയുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ ടൈപ്പിന് ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്ന അപ്രോക്സിമേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മുന്നിലേക്ക് പോകാൻ പാടുള്ളൂ. അതിനായി ഈ അടുത്ത് ലോൺ എടുത്തവരോട് സംസാരിക്കുക. അതിനൊപ്പം തന്നെ ഓൺലൈൻ കമ്പാരിസൺ ടൂളുകളും ബാങ്കുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളും നമുക്ക് നോക്കാം. ബാങ്കിന്റെ വെബ്സൈറ്റിലോ ഏജൻസിനോ ഈ സ്റ്റെപ്പില് പാൻ ഡീറ്റെയിൽസ് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൊടുത്താല് ക്രെഡിറ്റ് എൻക്വയറി ഹിസ്റ്ററിയിൽ അതൊക്കെ വരും. അത് ഒരിക്കലും നല്ലൊരു സംഭവമല്ല. അപ്പൊ അതിനുശേഷം മൂന്നാമത് ചെയ്യേണ്ടത് ഗെറ്റ് എ ക്വോട്ട് ഫ്രം പ്രൈമറി ബാങ്ക് ആൻഡ് കമ്പയർ വിത്ത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ സാലറി ഒക്കെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ഉള്ള നമ്മുടെ പ്രൈമറി ബാങ്കുമായി സംസാരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോൺ അവർ എന്ത് ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തുള്ള ബ്രാഞ്ചിലോ കസ്റ്റമർ കെയറിലോ അന്വേഷിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് മനസ്സിലാകുമ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റിനെ മാർക്കറ്റ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ഓഫർ നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കുക. ഈ മെയിൻ ബാങ്കിലായിരിക്കും ലോൺ അപ്രൂവ് ആകാൻ സാധ്യത കൂടുതലും എളുപ്പവും എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ടേംസ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൾസോ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കൂടെ മറ്റ് ചാർജസ് ആയ പ്രോസസിംഗ് ഫീസും ഹിഡൻ ചാർജസും പ്രീപേയ്മെന്റ് റൂൾസും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് ചെയ്തതിനു ശേഷം നാലാമത് ചെയ്യേണ്ടത് ഗെറ്റ് ക്വോട്ട്സ് ഫ്രം അതർ ബാങ്ക്സ് ആൻഡ് കമ്പയർ വിത്ത് യുവർ കറന്റ് ഓഫർ എന്നുള്ള പരിപാടിയാണ്.
അതായത് ചിലപ്പോൾ മറ്റു ബാങ്കുകൾ നമ്മുടെ മെയിൻ ബാങ്കിനേക്കാൾ നല്ല ഓഫേഴ്സ് തന്നേക്കാം. അപ്പൊ പല നല്ല ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അവരൊക്കെ എന്ത് റേറ്റിലാണ് ലോൺ തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിചയമുള്ള ആരെങ്കിലും കൊണ്ട് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. ഇവിടെയും ഓരോ ബാങ്കിന്റെയും മറ്റ് ചാർജസ് കൂടി മനസ്സിലാക്കുക, അല്ലാതെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, പലരും നന്നായി ചെയ്യാത്ത ഒരു സ്റ്റെപ്പാണിത്, വിലപേശൽ. അതായത് പല ബാങ്ക്സിന്റെ പല ഓഫേഴ്സ് കയ്യിലുള്ളത് കൊണ്ട് അതൊക്കെ ഉപയോഗിച്ച് ശരിക്കും ഓരോ ബാങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് കുറപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കണം, ബാങ്കും കച്ചവടം ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പൊ എത്ര നന്നായി നമ്മൾ വിലപേശുന്നു അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ചെയ്തു കഴിഞ്ഞാല് അടിപൊളി. ലാസ്റ്റ് സ്റ്റെപ്പായി അപ്ലൈ ഫോർ ദ ലോൺ. അതായത് അങ്ങനെ വിലപേശി ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഏറ്റവും കുറഞ്ഞ മറ്റ് ചാർജസും ഒക്കെ ആയിട്ട് ലോൺ ഓഫർ ചെയ്യുന്ന ബാങ്കില് നിങ്ങളുടെ പാൻ കൊടുത്തിട്ട് പ്രോപ്പർലി ലോൺ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ കൃത്യം 6 സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വേണ്ട ലോൺ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ മുന്നിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ 2 ഹാക്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഹൗ ടു ചൂസ് ദ റൈറ്റ് ലോൺ ടൈപ്പ് എന്ന സ്റ്റെപ്പില് എപ്പോഴും കാറ്റഗറി വെച്ചുള്ള ലോൺസ് ആകണം ബെസ്റ്റ് എന്ന് നിർബന്ധമില്ല. പേഴ്സണൽ ലോണിനെ കൂടെ വേണ്ട പോന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു 14% യൂസ്ഡ് കാർ ലോൺ എടുക്കുന്നതിന് പകരം 12% പേഴ്സണൽ ലോൺ എടുക്കാൻ അവസരമുണ്ട് എങ്കിൽ അത് തന്നെ പ്രിഫർ ചെയ്യണം. 2, ഒരു പേഴ്സണൽ ലോൺ എടുക്കേണ്ട അത്യാവശ്യം ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എന്നാൽ കയ്യിൽ ഈട് വെക്കാൻ ഗോൾഡോ FDയോ മ്യൂച്വൽ ഫണ്ട്സോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഈട് വെച്ച് ഒരു സെക്യൂർഡ് ലോൺ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അങ്ങനെയുള്ള കേസുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറവായിരിക്കും. അപ്പൊ ലോൺ എങ്ങനെ എടുക്കാമെന്ന് കൂടി പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായ എടുത്ത ലോണുകൾ എങ്ങനെ ട്രാക്കും മാനേജും ചെയ്യാമെന്ന് പഠിക്കാം. ഹൗ ടു ട്രാക്ക് ആൻഡ് മാനേജ് ലോൺസ്. പലരും വിചാരിക്കുന്നത് ലോൺ എടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ലോണിന് അറൗണ്ട് പ്രശ്നങ്ങൾ ഉള്ളതും. ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനെ ട്രാക്ക് ചെയ്യുന്നതും ഡിസിപ്ലിൻഡ് ആയി മാനേജ് ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഉള്ള ലോൺസിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാകൂ, അതിൽ ഡിഫോൾട്ടുകൾ വരുത്താതെ നോക്കാൻ പറ്റൂ, അതിനെ നന്നായി പ്ലാൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ലോണുകൾ ട്രാക്ക് ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ലോണുകളുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ ഒരു എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ ഇപ്പോ കാണുന്നത് പോലെ ഒറ്റ സ്ഥലത്ത് കാണാൻ പറ്റുന്ന പോലെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതിൽ വേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. 1, നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ലോണിന്റെയും ലോൺ ടൈപ്പ്. 2, പ്രിൻസിപ്പിൾ. 3, ഇൻട്രസ്റ്റ് റേറ്റ്. 4, ടെന്യോർ. 5, EMI. 6, EMIന്റെ ഡ്യൂ ഡേറ്റ്. 7, ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്ന പ്രിൻസിപ്പിൾ. 8, ടെന്യോർ റിമൈനിങ്. എന്നിട്ട് ഇതിന്റെ എല്ലാം കൂടെ ഇതുവരെ എത്ര പലിശയും എത്ര മുതലും അടച്ചു തീർത്തു എന്നും കൂടി എഴുതി വെച്ചാല് അത്രയും നല്ലത്. ഇനി ഇതിന്റെ കൂടെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആക്കാൻ നമ്മുടെ മന്ത്ലി ടോട്ടൽ EMI, നമ്മുടെ മന്ത്ലി ടോട്ടൽ സാലറിയും EMI ടു ഇൻകം റേഷ്യോ കൂടി ഇവിടെ തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അടിപൊളിയാകും. ഇത്രയുമുള്ള ഈ ഷീറ്റ് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ലോൺസിനെ പറ്റിയും നമ്മുടെ ഇൻകം ഡെറ്റ് റേഷ്യോയുടെ അവസ്ഥയെ പറ്റിയും നല്ലൊരു അറിവും വിസിബിലിറ്റിയും ഉണ്ടാകും. ഇങ്ങനെ ട്രാക്ക് ആക്കാൻ തുടങ്ങിയാലേ ലോൺസിനെ നമുക്ക് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഓരോ മാസവുമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ എങ്കിലും ഈ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ലോൺ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ കാര്യങ്ങളിൽ കുറച്ചുകൂടി കൺട്രോളും ഉണ്ടാകും. അപ്പൊ EMIകളിലും ലോണുകളിലും മുങ്ങി പോകാതെ ഇരിക്കാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഷീറ്റും ട്രാക്കിങ്ങും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ജീവിതത്തിൽ ലോൺ എടുക്കുമ്പോൾ ഈ ഒരു ഗൗരവത്തോടെ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ച എക്സ്പെൻസിന്റെ ക്ലാസ്സിൽ പഠിച്ച എക്സ്പെൻസസ് ഷീറ്റിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് കൂടി ആഡ് ചെയ്യുക. എന്നാൽ മാത്രമേ ജീവിതത്തിനെ ഒരു ഫുൾ പിക്ചർ നമുക്ക് എപ്പോഴും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലോണുകൾ നന്നായി ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ മര്യാദക്കുള്ള മാനേജ്മെന്റ് തനിയെ നടന്നുകൊള്ളും. ശരിക്കും എന്താണ് നല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത്? സമയത്ത് ലോൺ അടക്കണം, ഡിഫോൾട്ടുകൾ വരാതെ നോക്കണം, മോശം ലോണുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി ബെറ്റർ ലോൺസ് എടുക്കണം, പറ്റുന്ന അത്ര വേഗത്തിൽ ലോൺസ് അടച്ചു തീർക്കാൻ പറ്റണം. ശരിയല്ലേ? ഇതിൽ സമയത്ത് അടക്കാത്തതും ഡിഫോൾട്ട് വരാതെ നോക്കുന്നതും ജീവിതത്തിൽ ലോൺസ് കൂടി പോകാതെ നോക്കുന്നതും പോലത്തെ ബേസിക് മാനേജ്മെന്റുകളെ ഇങ്ങനെ ട്രാക്ക് ചെയ്താൽ തന്നെ വളരെ നാച്ചുറലി നടന്നു പോയിക്കോളും. എന്നാൽ മോശം ലോണുകൾ മാറ്റുന്നതും
അങ്ങനെ ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കുന്നതും എല്ലാം ശരിക്കും അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നും ബേസിക് മാനേജ്മെന്റും പഠിച്ച സ്ഥിതിക്ക് ഇനി ലോൺസിനെ എങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് മാനേജ് ചെയ്ത് പെട്ടെന്ന് അവ അടച്ചു തീർക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഹൗ ടു റീപേ ലോൺസ് ഫാസ്റ്റർ. അതായത് ലോണുകളുള്ള ഏതൊരു വ്യക്തിയും ഇതായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കുന്ന രീതിയിൽ എല്ലാ ലോണുകളും അടച്ചു തീർത്ത് ഡെറ്റ് ഫ്രീ ആകണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് 2 സ്റ്റെപ്സും ഓരോ സ്റ്റെപ്സിലും കുറച്ച് സ്ട്രാറ്റജികളും ഉണ്ട്. അത് നമുക്ക് പഠിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇന്നുള്ള ലോണുകളുടെ പലിശ നിരക്ക്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ലോണുകളുടെ EMI കുറയും. അപ്പോൾ ആ കുറഞ്ഞ EMI അടക്കാതെ നമ്മൾ അടച്ചുകൊണ്ടിരുന്ന EMI തന്നെ അടച്ചാല് ലോണുകൾ കുറച്ചുകൂടി പെട്ടെന്ന് ക്ലോസ് ആകും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചെടുക്കാൻ കുറച്ച് സ്ട്രാറ്റജികൾ ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഒന്ന്, ഡെറ്റ് റീബാലൻസിങ്. അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകളെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള പുതിയ ഒരു ലോൺ എടുത്ത് ക്ലോസ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ട് എങ്കിൽ അതിന് വർഷം 30 മുതൽ 50% വരെയൊക്കെയാണ് പലിശ വരുന്നത്. അതേസമയം കയ്യിൽ സ്വർണമോ മറ്റോ ഉണ്ട് എങ്കിൽ അത് പണയം വെച്ചാൽ വെറും 10% പലിശക്ക് പോലും ലോൺ കിട്ടും. അപ്പൊ ആ ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് ലോൺ ക്ലോസ് ചെയ്യുക, കുറെ പലിശ ലാഭിക്കാം. ഇതുപോലെ കയ്യിലുള്ള മാക്സിമം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസിനെയും ലോ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസ് വെച്ച് പറ്റുമെങ്കിൽ റീപ്ലേസ് ചെയ്യുക, കുറെ അധികം ഇൻട്രസ്റ്റ് ലാഭിക്കാൻ പറ്റും. 2, ലോൺ ട്രാൻസ്ഫർ. അതായത് എല്ലാ ബാങ്കുകളും കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ്. ചിലപ്പോ ഒക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ലോൺ തന്നെ വേറെ ഒരു ബാങ്ക് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞേക്കാം. അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ലോൺ ട്രാൻസ്ഫർ നടത്താവുന്നതാണ്. പല ബാങ്കുകളുമായിട്ട് കുറെ അധികം സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് 3 നോക്കാം. നെഗോഷിയേറ്റ് വിത്ത് കറന്റ് ബാങ്ക്. അതായത് ലോൺ എടുക്കുമ്പോൾ പഠിച്ചതുപോലെ തന്നെ ലോൺ എടുത്തു കഴിഞ്ഞും നമ്മുടെ ബാങ്കുമായി നെഗോഷിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നമുക്ക് കുറച്ച് എടുപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്താൽ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് EMI കുറച്ച് നമുക്ക് ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കാം. അങ്ങനെയാണ് എങ്കിൽ ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കാനുള്ള സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. എന്തായിരിക്കും സെക്കൻഡ് സ്റ്റെപ്പ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ അല്ലേ? ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കണമെങ്കിൽ കൂടുതൽ പൈസ തിരിച്ചടച്ചാൽ പോരെ? അപ്പം പെട്ടെന്ന് അടഞ്ഞു തീരുമല്ലോ. യെസ്, അത് തന്നെയാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇൻക്രീസ് എമൗണ്ട് ബീയിങ് റീപെയ്ഡ്. ഇത് വളരെ ഒബ്വിയസ് അല്ലേ, എടുത്തു പറയണോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവിടെയും കുറച്ച് സ്ട്രാറ്റജികൾ ഉണ്ട്. ഇവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ജീവിതത്തിൽ എപ്പോ എക്സ്ട്രാ പൈസ കയ്യിൽ വന്നാലും അത് ആദ്യം തന്നെ ലോണുകൾ തിരിച്ചടക്കാനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കാൻ നമുക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അതിന്റെ കൂടെ എല്ലാ മാസവും ചിലവുകൾ കുറച്ചോ അല്ലെങ്കിൽ വരുമാനം കൂട്ടിയോ എങ്ങനെയെങ്കിലും മിനിമം EMIയുടെ മുകളിൽ കുറച്ചുകൂടി എക്സ്ട്രാ ആയി അടക്കാൻ പറ്റിയാൽ ശരിക്കും സൂപ്പർ ആകും. അങ്ങനെ ചെയ്താൽ അതിശക്തമായി തന്നെ നമുക്ക് ലോൺസ് പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ ഓരോ മാസവും എക്സ്ട്രാ ആയി അടക്കാൻ പൈസ കണ്ടുപിടിച്ചാൽ ആ എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് പല ലോണുകൾ ഉണ്ട് എങ്കിൽ അതിൽ ഏതിലേക്ക് എത്ര വെച്ച് അടക്കണം എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ശരിക്കും അവലാഞ്ച്, സ്നോബോൾ എന്നൊക്കെ പേരിൽ പല സ്ട്രാറ്റജികൾ ഉണ്ട്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെയിറ്റഡ് റീപേയ്മെന്റ് എന്ന സ്ട്രാറ്റജിയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഡെപ്ത് ആയി പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോയി കണ്ടോളൂ. അപ്പോ അങ്ങനെ തിരിച്ചടവ് കൂട്ടിയും ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും ഓരോന്നിലും ബുദ്ധിപരമായ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചും നമുക്ക് ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കാം, കുറെ പലിശ ലാഭിക്കാം. അപ്പൊ അതുകൂടെ പഠിച്ചപ്പോൾ ലോൺസ് പ്രാക്ടിക്കലി എടുക്കുന്നതിനും മാനേജ് ചെയ്യുന്നതിനും തിരിച്ചടക്കുന്നതിനും അറൗണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്ലാസ് നിർത്തുന്നതിന് മുൻപ് ഒരു വളരെ ഇമ്പോർട്ടന്റ് വിഷയം കൂടി നമ്മൾ പഠിക്കണം. അതായത് ഇന്ന് കുറെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ലോൺ പ്രൊഡക്റ്റ് ആണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിനെ പറ്റിയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ക്രെഡിറ്റ് കാർഡ്സ്. വളരെ പെട്ടെന്ന് തന്നെ എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. ക്രെഡിറ്റ് കാർഡ് എന്നത് ബാങ്ക് നമുക്ക് തരുന്ന ഒരു ലോൺ കാർഡാണ്. അത് ഉപയോഗിച്ച് ഇന്ന് എന്ത് ചെലവ് നടത്തിയാലും ആ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല പോകുന്നത്, എന്നാൽ ബാങ്ക് ആണ് അത് കൊടുക്കുന്നത്. അതായത് നമുക്കൊരു ഇൻസ്റ്റന്റ് ലോൺ കിട്ടിയതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ. നമ്മൾ പൈസ ഉപയോഗിച്ചതിന് 30 മുതൽ 45 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉപയോഗിച്ച പൈസ നമ്മൾ തിരിച്ചടച്ചാൽ മതി. നമ്മൾ ഉപയോഗിച്ച പൈസ മുഴുവനായി തിരിച്ചടച്ചാൽ ഒരു ഇൻട്രസ്റ്റും കൊടുക്കേണ്ട എന്നൊരു മനോഹാരിതയും ഉണ്ട് ക്രെഡിറ്റ് കാർഡ്സിന്. പക്ഷേ മിനിമം എമൗണ്ട് മാത്രം അടച്ചാലോ അല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാതിരുന്നാലോ അതിഭീകരമായ
അതായത് വർഷം 30 മുതൽ 50% വരെയൊക്കെയുള്ള ഭീമമായ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. നല്ല ഡിസിപ്ലിനിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ക്യാഷ് ബാക്കും റിവാർഡ്സും ഓഫേഴ്സും എല്ലാം കിട്ടും. ഇപ്പൊ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഫ്രീ പൈസയും കിട്ടും. പക്ഷേ മോശമായി ഉപയോഗിച്ചാൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സാധാരണ ലോൺസിനെ പോലെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് ക്രെഡിറ്റ് കാർഡിനെ നല്ലതോ മോശമോ ആക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കണം, വളരെ എളുപ്പത്തിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് കൂടുതൽ പേര് നമ്മളുടെ ചുറ്റും വളരെ മോശമായിട്ടാണ് ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്പെഷ്യലായി എടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോ ക്രെഡിറ്റ് കാർഡിന്റെ കേസിൽ നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. 1, ഓൾവേസ് പേ ഇൻ ഫുൾ ഓൺ ടൈം. ഇത് തന്നെയാണ് ഗോൾഡൻ റൂൾ. എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ബില്ല് മുഴുവനായും ഡ്യൂ ഡേറ്റിന് മുൻപായും അടക്കുക. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഭീകരമായ പലിശ കൊടുക്കേണ്ടി വരും. ഇവിടെ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താലും നമ്മൾ അടക്കാത്ത ബാക്കി എമൗണ്ടിന് മുകളിൽ ഈ പറഞ്ഞ ഭീമമായ വലിയ ഇൻട്രസ്റ്റ് വരും. 2, യൂസ് ഓട്ടോ പേ. അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാൻ ഓട്ടോ പേ ഓൾറെഡി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാ മാസവും അടക്കേണ്ട ഡേറ്റ് ആകുമ്പോൾ ഫുൾ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോയിക്കോളും. 3, ഡോണ്ട് യൂസ് മോർ ദാൻ 30% ഓഫ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് അവൈലബിൾ ആയ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% കുറവ് മാത്രം ഉപയോഗിക്കുക. സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് 1 ലക്ഷം രൂപയാണെങ്കിൽ 30,000 രൂപ വരെ മാത്രം മന്ത്ലി യൂസ് ചെയ്യുക. ഇതിൽ കൂടുതൽ സ്ഥിരമായി യൂട്ടിലൈസേഷൻ വന്നാൽ ക്രെഡിറ്റ് സ്കോർ ഇടിയാൻ സാധ്യതയുണ്ട്. 4, യൂസ് ക്രെഡിറ്റ് കാർഡ് ഫോർ ഇന്റലിജന്റ് സ്പെൻസ് ഒള്ളി. അതായത് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് മാത്രം എന്തിനും ഏതിനും അതെടുത്ത് വീശുന്ന ശീലം തീർച്ചയായിട്ടും മാറ്റുക. അത് നിങ്ങളുടെ പൈസയല്ല, ഒരു ലോൺ ആണ് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാവുക. ആ ഒരു ഗൗരവത്തോടു കൂടെ തന്നെ ക്രെഡിറ്റ് കാർഡിനെ എപ്പോഴും യൂസ് ചെയ്യുക. 5, നെവർ ടേക്ക് ക്യാഷ് വിഡ്രോവൽ. അതായത് ATM-ൽ നിന്ന് ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഡേ 1 മുതൽ തന്നെ വലിയ പലിശ പിടിച്ചു തുടങ്ങും. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റി മുഴുവനായി പഠിപ്പിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും അത് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ദാ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന ബോണസ് ടോപ്പിക് കൂടി മുഴുവനായി പഠിച്ച സ്ഥിതിക്ക് പ്രാക്ടിക്കലി ലോണുകൾ എങ്ങനെ എടുക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ തിരിച്ചടക്കണം എന്ന് പഠിച്ച ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് ലോൺസിനെ പറ്റി എല്ലാം തന്നെ ഈ 2 ക്ലാസ്സുകളിലൂടെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി ഉടനെ തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും അവസാനം ചെയ്യുന്ന ചെക്ക് ലിസ്റ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ആദ്യം തന്നെ നോളജ്. ലോൺ എടുക്കാൻ തീരുമാനിച്ചാൽ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ എടുക്കണമെന്നും എങ്ങനെ മാനേജ് ചെയ്യണമെന്നും നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ലോണുകൾ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് കോമൺ മിസ്റ്റേക്സ് നോക്കാം. ഏറ്റവും വലിയ പ്രശ്നം ശരിയല്ലാത്ത പർപ്പസുകൾക്ക് വേണ്ടി അഫോർഡ് ചെയ്യാൻ പോലും പറ്റാത്ത ലോണുകൾ പലരും കണ്ണും പൂട്ടി എടുത്തു കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ കണ്ടുവരുന്ന ഒരു പ്രശ്നം ഇൻട്രസ്റ്റ് ഒന്നും കമ്പയർ ചെയ്യാതെ, ബാർഗെയിൻ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ലോണുകൾ ആൾക്കാർ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ അടുത്തത് നമുക്ക് സ്മാർട്ട് ഹാബിറ്റ്സ് നോക്കാം. ലോണുകളും EMI ടു ഇൻകം റേഷ്യോവും എപ്പോഴും നമ്മളുടെ ഷീറ്റിൽ ട്രാക്ക് ചെയ്യുക. അതിനെ വളരെ ചെറിയ ശതമാനമായി വെക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ ചെയ്യുക. EMI-കളും ക്രെഡിറ്റ് കാർഡ് ബില്ലും കൃത്യം ഡേറ്റിൽ മുഴുവനായും തന്നെ എപ്പോഴും അടച്ചു തീർക്കുക. അപ്പൊ അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ആദ്യം തന്നെ നിങ്ങളുടെ EMI ടു ഇൻകം റേഷ്യോ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എന്ത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുക. പിന്നെ ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെന്റ് ഷീറ്റ് ഒന്ന് തുറക്കുക. ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലെ ഓരോ ലോണും നോക്കി അതിന്റെ ഒക്കെ പർപ്പസും അഫോർഡബിലിറ്റിയും മനസ്സിലാക്കി അതൊക്കെ എടുത്തത് ശരിയായിരുന്നോ എന്നൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ലോണുകൾ എങ്ങനെ പെട്ടെന്ന് അടച്ചു തീർക്കാം എന്നുള്ളതിനെ അതിശക്തമായ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുറച്ച് അധികം പണികൾ ഉണ്ട് ഇന്നത്തെ അസൈൻമെന്റിൽ. ഒരു മടിയും കാണിക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ് വരുന്ന ചൊവ്വാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് എല്ലാം എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.